ഹായ് ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കമൻറ്റിന് മറുപടിയുമായിട്ട് ഞാൻ എത്തിയിട്ടുണ്ട്. അപ്പം ഏത് കമൻറ്റ്, എന്ത് കമൻറ്റ്, ഏത് വീഡിയോൻ്റെ കമൻറ്റ് ഒന്നും സെലക്ട് ചെയ്തിട്ടില്ല. പിന്നെ ഇതൊന്നും സെലക്ട് ചെയ്യാതെ നീ എന്നാത്തിനാതി വന്ന് കുത്തിരിക്കുന്നതെന്ന് അതും നിങ്ങൾ കമൻ്റ് ഇടും. നിങ്ങൾ അതല്ല അതുക്കപ്പുറം ഇട്ടിട്ടില്ലെങ്കിലേ കുഴപ്പമുള്ളൂ. ഏതായാലും നമുക്ക് ലാസ്റ്റ് വീഡിയോ ഏതാണ് കമൻ്റ് ഇട്ടതെന്ന് നോക്കാം. എന്നിട്ട് അതിൻ്റെ അടുത്ത വീഡിയോൻ്റെ കമൻറ്റുകൾ വായിച്ച് പോവാം. എനിക്ക് എല്ലാത്തിനും കൂടിയുള്ള മറുപടി തരാൻ പറ്റാത്തതുകൊണ്ടാണ്, നേരവും ഇല്ല കാലവും ഇല്ല എന്ന് പറയുന്ന അവസ്ഥയിലാണ് ഇപ്പം ഞാൻ. അപ്പം എന്താണെന്ന് ചോദിക്കും. ഞാൻ ലാസ്റ്റിൽ ഏത് വീഡിയോക്കായിരുന്നു ഗൈസ് കമൻറ്റ് കൊടുത്തിരുന്നത്? എങ്ങനെയൊക്കെ കാണിച്ചു തന്നാലും മുസ്ലിംസ് വിശ്വസിക്കില്ല എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോസ് അല്ലല്ലോ വീഡിയോസ് ചെയ്യുന്നതിന് ഞാൻ എന്താക്കുമെന്നറിയോ, ഒരു മാർക്കിട്ട് വെക്കാറുണ്ട്. എന്നാലേ എനിക്ക് അടുത്ത വീഡിയോസ് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് സംഭവം. ഓർഡർ ഇല്ലെന്ന് പറഞ്ഞ ആ ഒരു സംഭവമാണ്. എനിക്ക് ഓർഡർ ഇല്ല എന്ന് നിങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ആണ് ഇട്ടത്. അപ്പം ഞാനിപ്പം കമൻറ്റ് വായിക്കാൻ പോകുന്നത് ഇതിൻ്റെതാ വെച്ചാൽ, മുസ്ലിംസിനെ ന്യായീകരിക്കാൻ കുറേ വിവരമില്ലാത്ത മുസ്ലിംസ് തന്നെ എന്ന് ഒരു തംബ്ലൈൻ ഇട്ടിട്ടുള്ള ഒരു വീഡിയോക്കാണ് ഞാൻ ഇന്ന് കമൻറ്റ് വായിക്കാൻ പോകുന്നത്. അറിയാലോ, ഞാൻ ഗുരുവായൂർ പോയതായിരുന്നു. ഗുരുവായൂർ പോയിട്ട് തിരിച്ച് വീട്ടിലെത്തിയതേ ഉള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്തേക്കാം. ഇന്ന് അങ്ങനെ വീഡിയോസൊന്നും പോസ്റ്റ് ചെയ്തിട്ടില്ല. ഗുരുവായൂരത്തെ വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്തു കേട്ടോ, ജസ്റ്റ് ഇപ്പോൾ ഒന്ന് പോസ്റ്റ് ചെയ്തതേ ഉള്ളൂ. അപ്പം ഞാനൊരു കമൻറ്റിന് മറുപടിയും കൂടി ആയിട്ടുള്ളത് ഒന്ന് പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ പലരും പറയുന്നുണ്ടല്ലോ ഞാൻ കമൻറ്റിന് മറുപടി മാത്രമാണ് തരുന്നത്. അതല്ല, ഞാൻ വേറെയും വീഡിയോസ് ഇടുന്നുണ്ട്, നിങ്ങളത് കാണാനിട്ടാ. മുടി കെട്ടിയൊരു സൈഡിലേക്കായി പോയോ? കുഴപ്പമില്ലല്ലോ, ഭംഗിയില്ലേ? അജിത ദീപക്, മാനസിക രോഗി എന്ന് പറഞ്ഞൊരു കുറേ സ്മൈൽ ഇട്ടേക്ക്. കണ്ണനെയും കർത്താവിനെയും ലോക്കറ്റ്. കർത്താവുണ്ട്, കണ്ണനുണ്ട്. ഇനിയിപ്പോൾ എന്താ ഇപ്പം അജിത മോളെ കുഴപ്പം? ഏതോ ക്രിസ്ത്യൻസ് വന്നു പെട്ടിട്ടുണ്ട്, അതാണ് ആ കുരിശ്. അതെ, എനിക്കൊരു അഫെയർ ഉണ്ട്. ഒരു ക്രിസ്ത്യാനി പയ്യനാണ്. അപ്പോൾ ചേട്ടായി കെട്ടിത്തന്ന മാലയാണിത്. ചേട്ടായി കെട്ടുമ്പം എങ്ങനെയാണ് വേണ്ടെന്ന് പറയാ? അപ്പം അതുകൊണ്ടാട്ടോ. റിയാസ് അബ്ദുള്ള, കമൻ്റ് ഇടുന്ന നേരം എല്ലാവരും ഒന്ന് റിപ്പോർട്ട് അടിക്കൂ. കമൻ്റ് ഇടുന്ന നേരം കൊണ്ട് എല്ലാവരും ഒന്ന് റിപ്പോർട്ട് അടിക്കാനാണ് പറയുന്നത്. ഓക്കെ, റിപ്പോർട്ട് അടിക്കൂ. മൊത്തമായിട്ടുള്ള കമൻ്റ് പോയിപ്പോയി. എന്തല്ലേ. ഇനി നമ്മളെ സ്ഥിരമായിട്ടുള്ള ഈ വന്നിട്ടുണ്ട്. നീ മുസ്ലിമിനെ കുറ്റം പറഞ്ഞ് ഹിന്ദുക്കളെ സന്തോഷിപ്പിക്കാൻ നോക്കണ്ട. ഞാൻ ആ കൂട്ടത്തിൽ പെട്ടതല്ല. പിന്നെ ഇനി മേലാൽ ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് വീഡിയോ എടുക്കുന്നത് കണ്ടാൽ നിന്റെ കാല് ഞാൻ തല്ലിയൊടിക്കും. ഓക്കേ മോനെ, ഞാൻ ഇന്നും കൂടി ഗുരുവായൂർ പോയിട്ടുണ്ട്. അതിനൊക്കെയുള്ളൊരു മറുപടി ഞാൻ വച്ചിട്ടുണ്ട് കേട്ടോ, പോസ്റ്റ് ചെയ്യാറുണ്ട്. പിന്നെ റംസീന, ഇവളുടെ വീഡിയോ എല്ലാവരും കാണല്ലേന്ന്. ഇനിയും ഇവൾക്ക് മാല വാങ്ങാൻ കഴിയൂ. ഹോട്ടലിൽ കയറി എരുമ ചവയ്ക്കുന്ന പോലെ തിന്നാൻ പറ്റും. തൊഴിലുറപ്പിന് പോകേണ്ട ചേച്ചി.
എന്നെ ഇപ്പോൾ തൊഴിലുറപ്പിന് കയറ്റില്ല. എനിക്ക് അത്ര വയസ്സ്, തൊഴിലുറപ്പിന് പോകണമെങ്കിലൊക്കെ ഒരു വയസ്സുണ്ടെന്ന് തോന്നുന്നു. പിന്നെ മാല വാങ്ങുന്നതും ഹോട്ടലിൽ പോയിട്ട് ഫുഡ് അടിക്കുന്നതൊക്കെ ഓരോരുത്തർ പേഴ്സണൽ കാര്യങ്ങളല്ലേ. ഇന്നും കൂടി ഹോട്ടലിൽ നിന്നാണ് ഭക്ഷണം, രാവിലെയും ഉച്ചക്കും വൈകിട്ടും. ഉച്ചക്ക് കഴിച്ചിട്ടില്ല കേട്ടോ, ഉച്ചക്ക് സ്കിപ്പ് ചെയ്തു. അപ്പം അങ്ങനെയാണ്. നിർമ്മല ദേവി. ദൈവം ഒന്നേ ഉള്ളൂ, പല പേരിൽ പല പേരിൽ കേട്ടോ മനുഷ്യലോകങ്ങൾ വിളിക്കുന്നു. ഓരോരുത്തർക്കും മനസ്സിൽ ഇഷ്ടപ്പെടുന്നവരെ ആരാധിക്കുന്നു. ദൈവങ്ങൾ ആരുടെയും കുത്തകയല്ല, ആ വെള്ളമങ്ങ് വാങ്ങി വെച്ചാൽ മതി. നിർമ്മലാദേവി, ഞാൻ എവിടെയും ദൈവം എൻ്റെ കുത്തകയാണ്, എൻ്റെ മാത്രം ദൈവമാണ് എന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അത് പറഞ്ഞോളോട് പോയി പറയൂ കേട്ടോ നിർമ്മലാദേവി, എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഷാജിദ, ഒരു മുസ്ലിം പോലും ഇവൾക്ക് കമൻ്റ് ഇടരുത് പ്ലീസ്. എന്നിട്ടോ ഷാജിദ മുസ്ലിമാണ്. ഈ മുസ്ലിംസ് മാത്രമേ എൻ്റെ വീഡിയോക്ക് ഒരു 10 കമൻ്റ് ഉണ്ടെങ്കിൽ അതിൽ 7 കമൻറ്റ് മുസ്ലിംസിൻ്റെ മാത്രമായിരിക്കും. അതുകൊണ്ടാണ് ഈ മുസ്ലിംസിൻ്റെ വെച്ചിട്ട് തന്നെ ഞാൻ തംബ്ലൈന് കൊടുക്കുന്നത്. സുബൈദ PK, നീ ഒരു പെയിൻ ഗ്ലാസ് എന്നാണ് തോന്നുന്നു ഉദ്ദേശിച്ചത്, എടുത്ത് ലൈവായിട്ട് ആയിട്ട് ഒരു കൃഷ്ണൻ്റെ രൂപം വരച്ചിട്ടുണ്ട് സുബൈദ. അല്ല സുബൈദ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഞാൻ കൃഷ്ണൻ്റെ ഫോട്ടോ ഒക്കെ ലൈവായിട്ട് വരച്ചിട്ടുണ്ട്. അനക്കൊക്കെ ഇതൊക്കെ കാണുന്നത് ഹറാമായിട്ടുള്ള കാര്യമല്ലേ? ചൊക്കെ പിന്നെ എന്തിനാ അതൊക്കെ കാണാൻ പോണത്? നീ ഇതൊക്കെ എന്തിനാ അന്വേഷിക്കാൻ പോണത്? അതൊക്കെ അന്വേഷിക്കേണ്ടത് ഹൈന്ദവരല്ലേ? നിനക്ക് സ്വർഗത്തിലേക്കുള്ള വഴി ഉണ്ടല്ലോ, ആ വഴി അങ്ങ് ഒരു റൂട്ട് മാപ്പ് മാറ്റി വിട്ടാളൂ കേട്ടോ. പിന്നെ എന്നെ പറഞ്ഞിട്ട് കാര്യമല്ലേ, അത് ഞാൻ പറഞ്ഞുതരാം. ആദ്യം മുതൽ അവസാനം വരെ എഡിറ്റ് ചെയ്യാതെ പോസ്റ്റ് ചെയ്യ്. നിന്റെ വരക്കലെല്ലാം ഒന്നിൽ ആദ്യം അല്ലെങ്കിൽ അവസാനം ഇതേ നീ കാണിക്കൊള്ളൂ. അത് കൊണ്ട് പറഞ്ഞതാ. എൻ്റെ വീഡിയോ ഞാൻ ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ എഡിറ്റ് ചെയ്യാതെ പോസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു 7 മണിക്കൂറിൻ്റെ വീഡിയോ ഇടാൻ യൂട്യൂബ് മുതലാളി സമ്മതിക്കണം. യൂട്യൂബ് മുതലാളി ഒരു 3 മണിക്കൂർ വരെ ഇടാൻ സമ്മതിക്കും തോന്നുന്നു. ഇനി വേണ്ട 4 മണിക്കൂർ വരെ ഇടാൻ സമ്മതിക്കും തോന്നുന്നു. ഒരു 6-7 മണിക്കൂർ വരെയൊക്കെ ഇടാനുള്ള ഇത് യൂട്യൂബ് മുതലാളി സമ്മതി ഇതുവരെ തന്നിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. റംല PM, ആരും കമൻ്റ് ഇടാതിരുന്നാൽ ഇത് സഹിക്കേണ്ട. എന്നിട്ട് റംല കമൻ്റ് ഇട്ട്, ഞാൻ പറയാൻ വന്നതാണ് ഷാജിദ. ഞാൻ പറഞ്ഞില്ല എല്ലാം മുസ്ലിംസാണ്, ഒക്കെ മുസ്ലിംസാണ് എനിക്ക് കമൻ്റ് ഇടൽ. ഇനി അടുത്തത് സുബൈദ. ടൈറ്റിൽ എന്തായിരിക്കും ഉദ്ദേശിച്ചത്? തീറ്റ എന്നായിരിക്കില്ല എന്നോ? മനസ്സിലായില്ല. കറക്റ്റ്. അടുത്തത് ചന്ദ്രൻ, ഹാർട്ട് അറ്റാക്ക്. കണ്ടോ, ഹൈന്ദവരുടെ സ്വഭാവവും മുസ്ലിംസിൻ്റെ സ്വഭാവവും തമ്മിലുള്ള വ്യത്യാസം ഇതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാവും. ഹൈന്ദവരെന്താണെന്നുള്ളതും മുസ്ലിംസ് എന്താണെന്നുള്ളതും. ഹൈന്ദവരുടെ മതത്തിൽ നിന്ന് ഒരാൾ പുറത്ത് പോയാൽ അവർ പുകഞ്ഞ കൊള്ളി പുറത്ത് എന്നുള്ള രീതിയിൽ അവരങ്ങ് വിട്ടേക്കും. പക്ഷേ മുസ്ലിംസ് അങ്ങനെയല്ല. ഒരാൾ മതത്തിൽ നിന്ന് പോയി എന്ന് തോന്നിയാൽ അവരെ പുറകെ നടന്ന് ചൊറിഞ്ഞ് അവരെ വ്രണപ്പെടുത്തുന്ന രീതിയിൽ ആക്കിയെടുക്കുകയാണ് ചെയ്യുക. അതാണ് ഹൈന്ദവരും മുസ്ലിംസും തമ്മിലുള്ള വ്യത്യാസം. ഉണ്ണി, ഉഡായിപ്പ് അടുത്ത ഷോ. ഇപ്പോൾ ബസ്സിൽ പൈസ വേണമോ വരുന്നതിന്? ഇപ്പോൾ ബസ്സിൽ പൈസ വേണമോ വരുന്നതിന്? ഞാൻ ഇപ്പോൾ ബസ്സിൽ പൈസ വേണമെന്ന് പറഞ്ഞോ? എന്നോട് മിക്ക ബസ്സിലും പൈസ മേടിക്കാറില്ല. അതുകൊണ്ട് ഇപ്പോൾ ബസ്സിൽ പൈസ വേണോ എന്നുള്ളത് എനിക്ക് അറിയില്ല കേട്ടോ. ഉണ്ണി തന്നെ. ചെറുവട്ടായോ? അതിന് പരസ്യം നിർത്തിയോന്നോ? മനസ്സിലായില്ല. ഇതെന്താ എന്നറിയില്ല.
ആയിഷ ഒരു ഹാർട്ട് അയച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കമൻറ്റുകളാണ് ഇതിന് വന്നിരിക്കുന്നത്. ഇപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായോ മുസ്ലിംസും ഹിന്ദു മതസ്ഥരും തമ്മിലുള്ള വ്യത്യാസം? ഹിന്ദു മതസ്ഥർക്ക് അവരുടെ മതത്തിൽ നിന്ന് ഒരാൾ പോയാലോ അല്ലെ അവരുടെ മതത്തെ എന്താ പറയുക മതത്തിൽ നിന്ന് പോയാലും തന്നെ പറയാം. ഇപ്പം മുസ്ലിംസ് വൈകിട്ടാലിട്ട് നടന്ന് തന്നെ ഉപദ്രവിക്കുന്നത് എന്തുകൊണ്ടാ? അവരുടെ മതത്തിൽ നിന്ന് പോയതുകൊണ്ട്. അപ്പം ഹൈന്ദവർക്ക് ആ വിഷയമല്ല. അവരെന്താ പറയുക, ഓളെ ഇഷ്ടപ്രകാരം ഓള് പോയി, അവൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവളത് അനുഭവിച്ചോളും. പക്ഷെ മുസ്ലിംസ് അങ്ങനെയല്ല ഗൈസ്. മുസ്ലിംസ് പുറകെ നടന്നിട്ട് ഉപദ്രവിക്കും. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് എന്നെക്കുറിച്ച് ചെയ്യുന്ന കുറേ വീഡിയോസ് നിങ്ങൾക്ക് കാണാം. കുറേ മൊല്യാർ വേഷം ധരിച്ചിട്ടുള്ള കുറേ സ്വർഗത്തിലേക്ക് പാത പിന്തുടരാൻ നടക്കുന്ന കുറേ ആൾക്കാർ, മൊണ്ണകളെന്ന് ഞാൻ പറയും അവന്മാർ. അപ്പോൾ നിങ്ങൾക്കത് കാണാം. അപ്പോൾ ഇപ്പം മനസ്സിലായോ ഹിന്ദുവും മുസ്ലിമും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത്? ഓക്കെ, അപ്പോൾ ബൈ പറഞ്ഞിട്ട് ബൈ ഫ്രം ജസ്ന സലീം. അടുത്ത കമൻറ്റിന് മറുപടിയായിട്ട് പിന്നെ വരാം കേട്ടോ. ടാറ്റാ.